ഇന്ന് ഞാനൊരു അറബി കഥ പറഞ്ഞു തരാം. പണ്ട് ബാഗ്ദാദിൽ കാലിഫ് എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കടയുണ്ട്. ആ കടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. വർഷത്തിൽ 1-2 തവണ മാത്രമേ അദ്ദേഹം നഗരത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അത് കടയിലേക്ക് ആവശ്യമുള്ള ചരക്കെടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളോ വസ്ത്രങ്ങളോ എന്തെങ്കിലും വാങ്ങാനോ ഒക്കെ ആയിരുന്നു അങ്ങനെയുള്ള യാത്രകൾ. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ആ നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഗ്രാമം കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ വഴിയുടെ ഇരുവശവും ചെറിയ കുറ്റിക്കാടുകളുണ്ടായിരുന്നു. വഴിയിലെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഒരലർച്ചയും കുതിരയുടെ കുളമ്പടിയും ചവിട്ടലും ഒക്കെ കേട്ടു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോൾ ആ കാട്ടിനുള്ളിലെ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുതിര നിൽക്കുന്നത് കണ്ടു. ആ കുതിരയുടെ പുറത്ത് നീല കുപ്പായം ധരിച്ച ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാളുടെ തലയിൽ ഒരു തലപ്പാവും ആ തലപ്പാവിന് മേളിൽ തിളങ്ങുന്ന ഒരു വജ്രക്കല്ലും പതിച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിര കാതു തുളയ്ക്കും വിധം കരയുകയായിരുന്നു. കാരണം ആ കുതിരയുടെ കാലിൽ വലിയ ഒരു കരിമ്പുലി കടിച്ചു പിടിച്ചിരുന്നു. കരിമ്പുലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുതിര കുതറുകയും ചാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. കുതിരപ്പുറത്തിരുന്ന മനുഷ്യന് കുതിരയെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട കാലിഫ് ഓടിച്ചെന്ന് ധൈര്യപൂർവ്വം ആ പുലിയോട് എതിരിട്ടു. ഈ സമയം കൊണ്ട് കുതിരപ്പുറത്തിരുന്ന മനുഷ്യന് തൻ്റെ കുതിരയെ നിയന്ത്രിക്കാനായി. കാലിഫാണെങ്കിൽ യാത്രയിൽ ഉപകരിക്കും എന്ന് കരുതി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന വാളുകൊണ്ട് ആ കരിമ്പുലിക്ക് ഒരു വെട്ട് കൊടുക്കുകയും അത് ആ നിമിഷം തന്നെ ചത്തു വീഴുകയും ചെയ്തു. കുതിരപ്പുറത്തിരുന്ന മനുഷ്യൻ കുതിരയുടെ പുറത്ത് നിന്ന് താഴെ ഇറങ്ങി കാലിഫിൻ്റെ അടുത്തെത്തി നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഒരു ധീരനായ മനുഷ്യനാണ്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലായേനെ. ഞാൻ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരുന്നുണ്ട്. അപ്പോൾ കാലിഫ് പറഞ്ഞു, എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യൂ, എന്തായാലും നിങ്ങളുടെ കുതിര ഇനി നന്നായിട്ട് നടക്കുമെന്ന് തോന്നില്ല. എൻ്റെ കാല് നന്നായിട്ട് മുറിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വരെ ഞാനും കൂടി വരാം. നിങ്ങൾക്ക് കൂട്ടുവരാം. ആ മനുഷ്യൻ പറഞ്ഞു, ശരി, എന്നാൽ എൻ്റെ കൂടെ വരും. എന്നിട്ട് അവർ രണ്ടുപേരുടെ കുതിരയും വലിച്ചുകൊണ്ട് കുറച്ച് ദൂരേക്ക് നടന്നു. അവർ മരങ്ങൾക്കിടയിലൂടെ നടന്ന് തുറസായൊരു സ്ഥലത്തെത്തി. അവിടെ കുറേ ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു. ആ കൂടാരങ്ങൾക്ക് നടുക്ക് ചുവപ്പ് തുണി കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ കൂടാരമുണ്ടായിരുന്നു. വളരെ വില പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച ധാരാളം ആൾക്കാർ അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാലിഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കുതിരപ്പുറത്ത് നിന്നിറങ്ങി നടന്നു വന്ന ആളെ കണ്ടതോടെ ആൾക്കാരെല്ലാം വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിനെ വണങ്ങുന്നത് കാലിഫ് കണ്ടു. അപ്പോഴാണ് തൻ്റെ കൂടെ നടക്കുന്നത് സുൽത്താനാണ് എന്ന് കാലിഫിന് മനസ്സിലായത്. കാലിഫും അദ്ദേഹത്തെ താണു വണങ്ങി. അദ്ദേഹമാണെങ്കിൽ കാലിഫിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവനാണ് അങ്ങനെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരിക തന്നെ ചെയ്യും. കാലിഫിന് വേണ്ടിയിട്ട് കൂടാരത്തിൽ വലിയൊരു വിരുന്നൊരുക്കി. സുൽത്താനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും വേട്ടയ്ക്കിറങ്ങിയതായിരുന്നു. അവരെല്ലാവരും കാലിഫിനോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറി. അവസാനം കാലിഫ് സുൽത്താനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് തന്ന സൽക്കാരത്തിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എനിക്ക് ഉടൻ തന്നെ തിരിച്ചു ചെല്ലേണ്ടതുണ്ട്. എനിക്കൊരു വ്യാപാര സ്ഥാപനമുണ്ട്. ഞാനൊരു കച്ചവടക്കാരനാണ്. കച്ചവടത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. സാധനങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കടയിലേക്ക് തിരിച്ചു ചെല്ലണം. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, പോകുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാതെ വിടുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് സുൽത്താൻ കാലിഫിനെ ഒരു കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. അവിടെ 5 പെട്ടികളുണ്ടായിരുന്നു. ഒന്ന് സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. രണ്ടാമത്തേത് സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ട് അതിൽ കല്ലുകൾ പതിപ്പിച്ചതായിരുന്നു. മൂന്നാമത്തേത് വെള്ളിയും, നാലാമത്തേത് ചെമ്പും, അഞ്ചാമത്തേത് ഇരുമ്പുമായിരുന്നു. സുൽത്താൻ പറഞ്ഞു, ഇവയിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ എടുത്തോളൂ. കാലിഫ് ഒന്ന് മടിച്ചു. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത്. അപകടത്തിൽപ്പെട്ടത് അത് സുൽത്താനായാലും ഒരു സാധാരണക്കാരനായാലും ഞാൻ അപ്പോൾ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തിക്ക് ഞാൻ പ്രതിഫലം വാങ്ങുന്നത് ശരിയല്ല. എന്നിട്ട് പോലും അങ്ങനെ അങ്ങയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയും സൽക്കരിക്കുകയും ചെയ്തു. ഇതിൽ പരം മറ്റെന്താണ് എനിക്ക് കിട്ടാനുള്ളത്? പക്ഷെ അങ്ങ് നിർബന്ധിക്കുന്ന പക്ഷം ഞാൻ ഈ ഇരുമ്പ് വെട്ടിയെടുക്കാം. എനിക്ക് അത് മാത്രം മതി. സുൽത്താൻ പറഞ്ഞു, നിങ്ങളുടെ വിനയത്തിന് അർഹിക്കുന്ന പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ സ്വർണ്ണപ്പെട്ടിയോ വജ്രം പതിച്ച പെട്ടിയോ വെള്ളിപ്പെട്ടിയോ ചെമ്പ് പെട്ടിയോ നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇത്രയധികം സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. ഈ പെട്ടിക്കുള്ളിൽ 2 രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളുടെ ശക്തിയെപ്പറ്റി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല. ഇതും പറഞ്ഞുകൊണ്ട് സുൽത്താൻ ആ പെട്ടി തുറന്നു.
അതിലുണ്ടായിരുന്ന 2 രത്നങ്ങളും കാലിഫിനെ കാണിച്ചു. ആദ്യത്തെ കല്ലെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇതൊരു ഇന്ദ്രനീല കല്ലാണ്. ഇതൊരു ചെറിയ കല്ലാണെങ്കിലും ഇത് ആരാണോ തൻ്റെ തലപ്പാവിൻ്റെ മടക്കിനുള്ളിൽ കെട്ടിവെക്കുന്നത് അയാൾക്ക് ലോകത്തെ എല്ലാ അറിവും ഉണ്ടായിരിക്കും. ലോകാരംഭം മുതൽ ഇന്ന് വരെ എന്തൊക്കെ സംഭവിച്ചോ അത് മുഴുവൻ അയാൾക്കറിയാമായിരിക്കും. അയാളിൽ നിന്ന് ഒരു രഹസ്യവും ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം ആ കല്ല് പെട്ടിക്കുള്ളിൽ തിരിച്ചു വെച്ചു. 2ാമത്തെ കല്ല് പുറത്തെടുത്തു. അത് ഒരു വജ്രക്കല്ലായിരുന്നു. ഈ കല്ല് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമ്പത്തെല്ലാം നൽകുന്ന ഒരു കല്ലാണ്. ഇത് നിലത്തുരച്ചുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ 2 രത്നങ്ങളും പെട്ടിയിൽ തിരിച്ചു വെച്ചിട്ട് പെട്ടി അടച്ച് സുൽത്താൻ ആ ഇരുമ്പ് പെട്ടി കാലിഫിന് കൊടുത്തു. കാലിഫ് സുൽത്താനോട് നന്ദി പറഞ്ഞ് പെട്ടി തൻ്റെ ഉടുപ്പിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഈ അത്ഭുതകരമായ കാര്യത്തെപ്പറ്റി കാലിഫ് ആരോടും പറഞ്ഞില്ല. ഈ രത്നങ്ങൾ യഥാർത്ഥമാണോ എന്ന് പരീക്ഷിച്ചു നോക്കാനും അദ്ദേഹം തുനിഞ്ഞില്ല. കണക്കിൽ കവിഞ്ഞ് സമ്പത്തോ ബുദ്ധിയോ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ആ പെട്ടി കൊണ്ടുപോയി അദ്ദേഹം തൻ്റെ കടയിൽ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ സുൽത്താൻ ഈ പെട്ടി കൊടുത്തത് ഒരുപാട് പേർക്ക് അറിയാമായിരുന്നു. ഒരുപാട് സേവകന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഇതറിയാമായിരുന്നല്ലോ. അവർ വഴി ഈ രഹസ്യം നാടെങ്ങും അറിഞ്ഞു. സുൽത്താൻ കാലിഫിന് ഒരു പെട്ടി കൊടുത്തു എന്ന് എല്ലാവർക്കും അറിയാം. പെട്ടിക്കുള്ളിൽ എന്താണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. സുൽത്താൻ നൽകിയ സമ്മാനം സ്വന്തം കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാലിഫിൻ്റെ കടയിൽ വരികയും തൽഫലമായിട്ട് കാലിഫിൻ്റെ കച്ചവടം മെച്ചപ്പെടുകയും ചെയ്തു. ഒരുപാട് ആൾക്കാർ വന്ന് ആ പെട്ടി തൊട്ടും തലോടിയും നോക്കും. ഒരാളെ പോലും കാലിഫ് ആ പെട്ടി തുറന്ന് കാണിച്ചില്ല. അദ്ദേഹം പെട്ടിക്കടുത്ത് തന്നെ ഇരുന്നു. ആ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ള കാര്യവും കാലിഫ് ആരോടും പറഞ്ഞില്ല. എന്നാലും സുൽത്താൻ സമ്മാനം കൊടുത്ത പെട്ടി എന്ന നിലയിൽ ആ പെട്ടിക്ക് വളരെയധികം പ്രസിദ്ധിയുണ്ടായിരുന്നു. ആ പെട്ടി കടയിൽ വന്നതോടെ കാലിഫിൻ്റെ കച്ചവടം 10 മടങ്ങ് മെച്ചപ്പെട്ടു. അങ്ങനെ അതിനുള്ളിലെ രത്നങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ആ ഇരുമ്പ് പെട്ടി വന്നതോടെ കാലിഫിൻ്റെ ജീവിതം മെച്ചപ്പെട്ടു. വളരെ സന്തോഷവാനായിട്ടാണ് കാലിഫ് മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം വീതിച്ചെടുക്കാൻ മക്കൾ തീരുമാനിച്ചു. മൂത്ത പുത്രൻ്റെ പേര് അലി എന്നായിരുന്നു. അലി ഹൈതം. ഈ അലി ഹൈതത്തിന് ഒരുപാട് അറിവ് നേടണം എന്ന ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദ്രനീലക്കല്ല്, ലോകത്തുള്ള അറിവുകളെല്ലാം നൽകുന്ന ഇന്ദ്രനീലക്കല്ല്, അത് തനിക്ക് കിട്ടണം എന്ന് അവൻ ആഗ്രഹിച്ചു. 2ാമത്തെ മകൻ്റെ പേര് ഹാസുഫ് എന്നായിരുന്നു. അവനൊരു അത്യാഗ്രഹിയായിരുന്നു. അവനെ സംബന്ധിച്ച് ലോകത്തുള്ള സ്വത്തെല്ലാം കൈക്കലാക്കണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ വജ്രക്കല്ല് കൈക്കലാക്കാനും ആഗ്രഹിച്ചു. എന്നാൽ 2 മക്കളും ഇത് പരസ്പരം പറഞ്ഞില്ല. അവർ തമ്മിൽ എപ്പോഴും സ്വത്തിനെ ചൊല്ലി വഴക്കിട്ടുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ ഇളയ മകൻ അബ്ദുൽ കാസിം പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ, നാം 3 പേരുണ്ട്. രത്നക്കല്ലുകളാണെങ്കിൽ 2. വഴക്കുണ്ടാക്കാൻ പോയാൽ ഈ വഴക്കെങ്ങും എത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ രത്നക്കല്ലുകൾ വേണ്ട എന്ന് വെക്കുകയാണ്. എനിക്ക് നമ്മളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പെട്ടി മാത്രം തന്നാൽ മതി. ഇത് കേട്ടതോടെ ജ്യേഷ്ഠന്മാർക്ക് സന്തോഷമായി. മൂത്ത ആൾ അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ഇന്ദ്രനീല കല്ല് വേണം. 2ാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് വജ്രക്കല്ല് വേണം. ഇളയ മകനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അത് 2 ജ്യേഷ്ഠന്മാർക്ക് കൊടുത്തിട്ട് ഇരുമ്പ് പെട്ടി സ്വന്തമാക്കി. അങ്ങനെ 3 പേരും സന്തോഷത്തോടെ പിരിഞ്ഞു. മൂത്ത മകനായ അലി ഹൈതം ആ ഇന്ദ്രനീലക്കല്ല് തൻ്റെ തലപ്പാവിനുള്ളിൽ വെച്ചു. അതോടെ അയാളുടെ മനസ്സ് അറിവ് കൊണ്ട് നിറഞ്ഞു. എല്ലാ വസ്തുക്കളെപ്പറ്റിയും അവന് അറിവുണ്ടായി. എന്നാൽ ആ അറിവ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായി അയാളുടെ വിഷമം. ലോകത്തിലേക്കും ഏറ്റവും സുന്ദരിയായ സ്ത്രീ സുൽത്താൻ്റെ മകളായ ഫാത്തിമയാണ് എന്നും അയാൾക്ക് അറിവ് കിട്ടി. അതോടെ ഇത്രയധികം അറിവുള്ള തനിക്ക് ഫാത്തിമയെപ്പോലുള്ള ഒരു സ്ത്രീരത്നത്തെ വിവാഹം കഴിക്കണം എന്നും അലി ഹൈതം തീരുമാനിച്ചു. തൻ്റെ പാണ്ഡിത്യം സുൽത്താൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി മാറണമെന്നും പിന്നീട് പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റി ഫാത്തിമയെ സ്വന്തമാക്കണമെന്നും അലി ഹൈതം ചിന്തിച്ചു. എന്നാൽ അതിനു മുമ്പായിട്ട് തൻ്റെ അറിവ് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നും അലി ഹൈതത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം ചന്തയിൽ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സമയത്ത് അലി ഹൈതം അങ്ങോട്ട് ചെന്നു. ഇതൊരു പറ്റിയ അവസരമാണ് എന്ന് അയാൾക്ക് തോന്നി. ഇപ്പോൾ ഇവിടെ തൻ്റെ വിജ്ഞാനം പ്രദർശിപ്പിച്ചാൽ വിവരം സുൽത്താൻ്റെ അടുത്തെത്തും.
തനിക്ക് വേഗം സുൽത്താൻ്റെ ഉപദേഷ്ടാവായി മാറാൻ പറ്റും. അലി ഹൈതം പടികൾ കയറി ഒരു കവാടത്തിന് മുകളിൽ കയറി നിന്നു. എന്നിട്ട് തൻ്റെ അറിവുകൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയല്ല, പകരം ഭൂമി സൂര്യൻ്റെ ചുറ്റും കറങ്ങുകയാണ് എന്നുമെല്ലാം അയാൾ വിളിച്ചു പറഞ്ഞു. ഇതിനെല്ലാം നേരെ എതിരായിരുന്നു ആൾക്കാരുടെ അന്നത്തെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അലി ഹൈതം വിളിച്ചു പറഞ്ഞ ഒന്നും വിശ്വസിക്കാൻ ആൾക്കാർ തയ്യാറായില്ല. അലി ഹൈതത്തിന് ഭ്രാന്താണ് എന്നവരെല്ലാവരും കരുതി. ആൾക്കാർ ചീഞ്ഞ മുട്ടകളും പഴകിയ പച്ചക്കറികളും കൊണ്ട് അയാളെ എറിയാൻ തുടങ്ങി. കുറേ ഏറ് കൊണ്ടപ്പോൾ അലി ഹൈതം കവാടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണു. താഴെ വീണപ്പോൾ അയാളുടെ തലപ്പാവ് തലയിൽ നിന്ന് തെറിച്ച് ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി. അയാൾ ഒരു വിധത്തിൽ അത് തപ്പി തിരിച്ചെടുത്തെങ്കിലും അതിനുള്ളിൽ നിന്ന് ഇന്ദ്രനീലക്കല്ല് എവിടെയോ വീണു പോയിരുന്നു. അതോടെ അയാളുടെ അറിവെല്ലാം നഷ്ടപ്പെട്ടു. അയാൾ വിഷണ്ണനായിട്ട് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കാലിഫിൻ്റെ രണ്ടാമത്തെ മകനായ അലി ഹാസിഫ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുകൊണ്ട് വളരെയധികം ധനമുണ്ടാക്കണം എന്നാഗ്രഹിച്ചു. എന്നാൽ ആ വജ്രക്കല്ല് ഉരച്ചു നോക്കി ഒരുപാട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റിയ തിരക്കില്ലാത്ത ഒരു സ്ഥലമൊന്നും ഉടനെ കണ്ടുപിടിക്കാൻ അയാൾക്ക് പറ്റിയില്ല. എപ്പോൾ നോക്കിയാലും ചുറ്റുപാടും ആൾക്കാരുണ്ട്. നഗരത്തിലാണ് അയാളുടെ താമസം. എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് കുറേ പണം ഉണ്ടാക്കണം എന്ന് കരുതി അയാൾ നഗരത്തിലൂടെ ചുറ്റി നടക്കാൻ തുടങ്ങി. ഇങ്ങനെ നഗരത്തിൽ കറങ്ങി നടക്കുന്നതിനിടയ്ക്ക് അലി ഹാസിഫ് ഒരു ഘോഷയാത്ര കാണുകയുണ്ടായി. നോക്കുമ്പോൾ സുൽത്താൻ്റെ മകളായ ഫാത്തിമ നഗരത്തിലൂടെ ഒരു പല്ലക്കിൽ പോവുകയായിരുന്നു. താൻ ഉടൻ തന്നെ വലിയ പണക്കാരനാകുമെന്നും അതിനുശേഷം കൊട്ടാരത്തിൽ ചെന്ന് ഫാത്തിമയെ വിവാഹം ആലോചിക്കണം എന്നും അലി ഹാസിഫ് തീരുമാനമെടുത്തു. കടകളിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കിടക്കുന്നത് അയാൾ കണ്ടു. അതെല്ലാം അയാൾ എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഈ ഓരോ സാധനങ്ങളും പരിശോധിക്കുമ്പോൾ അയാളുടെ ചിന്ത എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ താൻ ഒരുപാട് പണവുമായിട്ട് വന്ന് ഇതെല്ലാം വാങ്ങും, അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കണ്ടു വെച്ചേക്കാമെന്നായിരുന്നു. അയാൾ വലിയ വസ്ത്രക്കടകളിൽ കയറി വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു. ആഭരണശാലകളിൽ കയറി ആഭരണങ്ങൾ പരിശോധിച്ചു. ആയുധക്കടകളിൽ കയറി വിലപിടിപ്പുള്ള ആയുധങ്ങൾ എടുത്ത് പരിശോധിച്ചു. പക്ഷെ ഒന്നും വാങ്ങിയില്ല. എല്ലാം നോക്കി വെച്ചതേ ഉള്ളൂ. ആളൊഴിഞ്ഞ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം വജ്രക്കല്ലുരച്ച് പണമുണ്ടാക്കാൻ. അങ്ങനെ നടന്ന് അയാൾ നഗരത്തിന് പുറത്തെത്തി. ഇയാളുടെ പ്രവൃത്തികളൊന്നും ആരും കാണുന്നില്ല എന്നായിരുന്നു അയാളുടെ വിചാരമെങ്കിലും 2 കള്ളന്മാരത് കാണുന്നുണ്ടായിരുന്നു. കള്ളന്മാർ കുറേ നേരമായിട്ട് അലി ഹാസിഫിനെ പിന്തുടരുകയായിരുന്നു. എല്ലാ കടകളിലും കയറി വിലപിടിപ്പുള്ള സാധനങ്ങൾ നോക്കുന്ന ഇയാൾ ഒരു വലിയ പണക്കാരനാണെന്നും ഇയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നും കള്ളന്മാർക്ക് മനസ്സിലായി. അലി ഹാസിഫ് ഇതൊന്നും അറിയാതെ പകൽ മുഴുവനും ചുറ്റി നടന്നു. രാത്രിയായപ്പോൾ അയാൾ നഗരത്തിന് പുറത്തേക്ക് നടന്നൊരു വലിയ മൈതാനത്തിന് നടുക്കെത്തി. തൻ്റെ ഉടുപ്പിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വജ്രക്കല്ലെടുത്ത് നിലത്തുരച്ച് എനിക്ക് വേഗം 20 ചാക്ക് സ്വർണ്ണ നാണയങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് 20 ചാക്ക് സ്വർണ്ണ നാണയങ്ങൾ താഴേക്ക് വീഴാൻ തുടങ്ങി. അലി ഹാസിഫ് സ്വർണ്ണ നാണയങ്ങൾ പെറുക്കി കൂട്ടിയതും അയാളുടെ കഴുത്തിൽ ഒരു പിടി വീണു. തിരിഞ്ഞു നോക്കുമ്പോൾ 2 കള്ളന്മാരാണ്. അവർ അലി ഹാസിഫിനെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് ആ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അലി ഹാസിഫിന് ബോധം വീണത് തന്നെ. ബോധം വീണ് നോക്കുമ്പോൾ പിടിവലിക്കിടയിൽ കയ്യിലുണ്ടായിരുന്ന വജ്രക്കല്ല് എവിടെ തെറിച്ചു പോയിരിക്കുന്നു. അയാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അലി ഹാസിഫിൻ്റെ വജ്രക്കല്ല് നഷ്ടമായി. അങ്ങനെ കാലിഫിൻ്റെ മൂത്ത 2 മക്കളുടെയും ജീവിതം ദുരിതത്തിലായി. കാലിഫിൻ്റെ ഇളയ മകനായ അബ്ദുൽ ഖാസിം എന്ത് ജോലി ചെയ്താണ് ജീവിക്കേണ്ടത് എന്ന് കുറേ നേരം ചിന്തിച്ചു. പിതാവിൻ്റെ മരണത്തോടെ കച്ചവടം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ആ കച്ചവടം വീണ്ടും പുനരാരംഭിക്കാം എന്ന് അയാൾ കരുതി. എന്നാൽ പിതാവിൻ്റെ മരണശേഷം കുറേ കാലം കട അടഞ്ഞു കിടന്നതിനാൽ കച്ചവടം വീണ്ടും പുനരാരംഭിച്ചെങ്കിലും അധികം ആൾക്കാരൊന്നും ആ കടയിലേക്ക് വന്നില്ല. എന്നാലും പ്രതീക്ഷയോടെ അബ്ദുൽ ഖാസിം കച്ചവടം തുടർന്നു. തൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ ഇരുമ്പ് പെട്ടി അയാൾ കളഞ്ഞില്ല. കടയിൽ തന്നെ അയാൾ ഇരുമ്പ് പെട്ടി വെച്ചിരുന്നു. ഒരിക്കൽ അബ്ദുൽ ഖാസിമിൻ്റെ കടയിലേക്ക് പഴയൊരു പരിചയക്കാരൻ വന്നു. അയാളുടെ കയ്യിൽ നിന്ന് അബ്ദുൽ ഖാസിം കുറേ പണം കടം വാങ്ങിയിരുന്നു. അയാൾ ആ പണം തിരിച്ചു ചോദിക്കാനാണ് വന്നത്. അബ്ദുൽ ഖാസിമിനെ കണ്ടപ്പോഴേ അയാൾ വഴക്ക് പറയാൻ തുടങ്ങി. എത്ര കാലമായി നീ എൻ്റെ കയ്യിൽ നിന്ന് 10 സ്വർണ്ണ നാണയം കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. പിതാവിൻ്റെ മരണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലമായി. ഇനി നീ ജോലി ചെയ്ത് എൻ്റെ കടം വീട്ടിയേ പറ്റൂ.
അബ്ദുൽ ഖാസിം പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം കൂടി തരണം, ഉടൻ തന്നെ ഞാൻ ആ കടം വീട്ടിക്കൊള്ളാം. എന്നാൽ വന്ന ആൾ ഇതൊന്നും കേൾക്കാതെ അബ്ദുൽ ഖാസിമിനോട് ഒച്ചയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് അയാൾ ആ പെട്ടി കണ്ടത്. ആ പെട്ടി കണ്ടതോടെ അയാളുടെ ഭാവം മാറി. അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ വെറുതെ വന്നതാണ്, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ നിൻ്റെ പണം തിരിച്ചു തന്നാൽ മതി. ഞാൻ ഇതുവഴി പോയപ്പോൾ നിന്നെ കണ്ട് ഒന്ന് ചോദിക്കാമെന്ന് കരുതി കയറിയതാണ്. എനിക്ക് ഒരു തിരക്കുമില്ല, നീ പതുക്കെ തന്നാൽ മതി. അയാളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടായ വ്യത്യാസം അബ്ദുൽ ഖാസിമിനെ അത്ഭുതപ്പെടുത്തി. അത് സുൽത്താൻ സമ്മാനം തന്ന പെട്ടി കാരണമാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. ആ പെട്ടി കടയിൽ വെച്ചുകൊണ്ട് അയാൾ പതുക്കെ കച്ചവടം തുടങ്ങി. കച്ചവടം പതുക്കെ പച്ച പിടിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജ്യത്തിലെ പ്രധാനമന്ത്രി കാസിമിൻ്റെ കടയിലെത്തി. പ്രധാനമന്ത്രി വന്നത് സുൽത്താൻ കാസിമിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ്. കാസിം വളരെ സന്തോഷത്തോടെ സുൽത്താനെ കാണാൻ ചെന്നു. സുൽത്താൻ വളരെ സ്നേഹത്തോടെ കാസിമിനെ സ്വീകരിച്ചു. കാലിഫ് തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയ കഥ സുൽത്താൻ അപ്പോഴും മറന്നിട്ടുണ്ടായിരുന്നില്ല. സുൽത്താൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിപ്പിച്ചത് പ്രത്യേക കാര്യത്തിനാണ്. ഞാൻ ഒരുപാട് കാലമായി ആ രത്നക്കല്ലുകൾ കണ്ടിട്ട്. ആ രത്നക്കല്ലുകൾ ഒന്നുകൂടെ കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ആ ഇന്ദ്രനീല കല്ലും വജ്രക്കല്ലും എനിക്ക് ഒന്നുകൂടി കാണണം. അപ്പോൾ അബ്ദുൽ ഖാസിം പറഞ്ഞു, പൊന്നു തമ്പുരാനെ, ആ കല്ലുകൾ രണ്ടും എൻ്റെ കയ്യിലില്ല. ഒന്നാമത്തെ കല്ല് ഞാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠനും രണ്ടാമത്തെ കല്ല് എൻ്റെ ഇളയ ജ്യേഷ്ഠനും കൊടുത്തു. ഞാൻ പെട്ടി മാത്രമാണ് സ്വന്തമായി വാങ്ങിയത്. ഖലീഫ പറഞ്ഞു, ഒരു വിലയുമില്ലാത്ത ആ പെട്ടി മാത്രമേ നീ എന്തിനാണ് വാങ്ങിയത്? നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആ പെട്ടിയും ആ പെട്ടിയിലുള്ള രത്നക്കല്ലുകളും നിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അബ്ദുൽ ഖാസിം പറഞ്ഞു, ഇല്ല, ആ പെട്ടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങേക്ക് വേണമെങ്കിൽ അങ്ങയുടെ സേവകരെ എൻ്റെ കടയിലേക്ക് വിടാം. അവിടെ ചെന്നവർ എൻ്റെ പെട്ടി തുറന്ന് നോക്കട്ടെ, അതിനുള്ളിൽ രത്നക്കല്ലുകളില്ല എന്ന് അപ്പോൾ മനസ്സിലാവും. ഖലീഫ അങ്ങനെ തന്നെ ചെയ്തു. തൻ്റെ സേവകരെ ഉടൻ തന്നെ കാസിമിൻ്റെ കടയിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ അതിൽ രത്നക്കല്ലുകളൊന്നുമില്ല. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, അബ്ദുൽ ഖാസിം, എനിക്ക് നിന്നെപ്പറ്റി വളരെയധികം അത്ഭുതം തോന്നുന്നു. നീ നിൻ്റെ പിതാവിൻ്റെ അതേ സ്വഭാവമുള്ളവനാണ്. ലോകത്തിലെ എല്ലാ നിധികളെക്കാളും അമൂല്യങ്ങളായ രത്നങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിൻ്റെ സഹോദരന്മാരോടുള്ള സ്നേഹം കൊണ്ട് നീ അത്ര വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉപേക്ഷിച്ചല്ലോ. ഒരു വിലയുമില്ലാത്ത ഇരുമ്പ് പെട്ടി നിൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നീ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. നീ എത്ര നല്ലവനായൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവിനെ ഞാൻ നിനക്ക് സമ്മാനമായി തരികയാണ്. അത് എൻ്റെ മകൾ ഫാത്തിമയാണ്. സുന്ദരിയായ ഫാത്തിമയെ അങ്ങനെ അബ്ദുൽ ഖാസിം വിവാഹം കഴിച്ചു. അവരുടെ വിവാഹശേഷം ഉള്ള 5-ാമത്തെ വർഷം സുൽത്താൻ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ കിരീടം അബ്ദുൽ ഖാസിമിന് കൈമാറി. അങ്ങനെ ബാഗ്ദാദ് കണ്ട ഏറ്റവും നല്ലവനും ബുദ്ധിമാനുമായ ഭരണാധികാരിയായിട്ട് അബ്ദുൽ ഖാസിം മാറി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.